കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ കോയിൻ ഇങ്ങനെ സ്പിൻ ചെയ്ത് എയറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മുടെ ക്ലാസിക് കമ്പ്യൂട്ടേഴ്സിൽ ഹെഡ് ഓർ ടെയിൽ എന്ന് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ ഇൻ ദ ബിറ്റ്സ് ഫോർമാറ്റ്. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ സോ മെനി ഗ്രേ ഏരിയാസ്, അതായത് ടോസ് ചെയ്യുമ്പോഴുള്ള സ്പിൻ ചെയ്യുമ്പോൾ ഹെഡിൻ്റെ കൂടുതൽ, ടെയിലിൻ്റെ കുറച്ച്, ടെയിൽ കൂടുതൽ, ഹെഡ് കുറച്ച്, അപ്പോൾ ഒരുപാട് കോമ്പിനേഷൻസ് ഇങ്ങനെ എയറിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതിനെയെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ക്ലാസിക് കമ്പ്യൂട്ടേഴ്സിനെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇത്രയും ലാർജ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു പ്രഡിക്ഷൻ പ്രകാരം ഇയർ 2035 ആകുമ്പോഴേക്കും 1.3 ട്രില്യൺ ബിസിനസ് വാല്യൂ ഇത് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് എ ന്യൂ ടെക്നോളജി. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എംബ്രേസിങ് ഫ്യൂച്ചർ വിത്ത് എൻഡ്ലെസ് പോസിബിലിറ്റീസ്. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസും മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സാധ്യതകൾ ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല എന്നുള്ളതാണ്. ഒരുപാട് സാധ്യതകൾ, നമ്മൾ ആലോചിക്കാത്ത സാധ്യതകൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ വിശദമാക്കാൻ പറ്റില്ല. ദിസ് ഈസ് സനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇത്രയും കോമ്പിനേഷൻസ് ഒരു ക്യൂബിറ്റിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ക്യൂബിറ്റിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അപ്പോൾ അത് പല രീതിയിൽ, ഹാർഡ്വെയർ ലെവൽ, ഹാർഡ്വെയർ നമുക്കിന്ന് അവൈലബിൾ അല്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് റിസർച്ച് ആൻഡ് ഫണ്ടിങ് പോകുന്നുണ്ടെങ്കിലും ഇതിന് നമുക്കൊരു സ്കെയിലബിൾ ബിസിനസ്, നമുക്കൊരു മാർക്കറ്റിൽ പോയി ക്വാണ്ടം കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഹാർഡ്വെയർ ലെവലിൽ ഒരുപാട് നമുക്ക് ഈ ക്യൂബിറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു അറിയാമല്ലോ. ഫോട്ടോൺ, ഇലക്ട്രോണൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാർഡ്വെയർ ലെവലിൽ നമുക്കൊരു ചലഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് എൻവയറമെൻറ്റ്, അതായത് ഇപ്പോൾ നടക്കുന്നത് പലരും ക്ലൗഡ് ഏരിയ നമുക്കൊരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അലൗ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴും ഈ പ്രോസസ്സിങ്, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇതിനെ ബിൽഡ് ചെയ്യുന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ നമ്മൾ ഇത് രണ്ടും റെഡിയാവാൻ നിൽക്കുകയാണ് ടു ബിൽഡ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം ടു ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദീസ് ക്യൂബിറ്റ്സ് ആൻഡ് എവറിത്തിങ്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ചാലഞ്ചസ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെ ഏരിയയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കറിയാം, അത് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ റെവല്യൂഷനൈസ് ചെയ്യാൻ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും. എന്തുകൊണ്ടാണ്? ഒരുപാട് ഒപ്റ്റിമൈസേഷൻ. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ഡേറ്റ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലാർജ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ തന്നെ റിലീസ് ചെയ്ത ഓട്ടോമേഷൻ ഓഫ് കാർ അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാറിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോഴും അത് നമുക്കൊരു മെച്യൂരിറ്റി ലെവലിൽ ഇപ്പോഴും നമുക്ക് റോഡിൽ കാണാൻ പറ്റാത്തത്, ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റിംഗ് നടക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഇങ്ങനെയുള്ള ആ ഗ്യാപ്പ് മുഴുവൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ, എന്നിട്ടൊരു ഫുൾ ഫോം ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുകൊണ്ടാണ് റെവല്യൂഷനൈസിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഫൈനാൻഷ്യൽ മോഡലിംഗ്. ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ എനോർമസ് ഡേറ്റ ഹാൻഡ്ലിംഗ് ക്യാപ്പബിലിറ്റീസ് പലതും ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഫൈനാൻഷ്യൽ മോഡൽസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ അതിൻ്റെ എല്ലാ ഇൻട്രിക്കസീസ്, അതായത് എന്തൊക്കെ ഓപ്ഷൻസ് ഇതിൽ വരാമെന്നുള്ള അത്രയും ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൊണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ മോഡൽസ് സെറ്റ് ചെയ്തുകൊണ്ട് വളരെയധികം ഇൻഫോംഡ് ഡിസിഷൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഡൊമൈനിൽ തന്നെ നമുക്ക് വാല്യുവേഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യുവേഷൻ, നമ്മളിപ്പോൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ പല മിസ്സിംഗ് പാർട്സ് അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റായിട്ട് വാല്യുവേഷൻ ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ നമ്മൾ ആ ഗ്രേ ഏരിയ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്.
അടുത്തൊരു ആപ്ലിക്കേഷനാണ് റീഇൻവെൻറ്റിംഗ് സൈബർ സെക്യൂരിറ്റി. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ സെക്യൂരിറ്റി, അതായത് ഡേറ്റ ഇൻ ട്രാൻസിറ്റ്, അതായത് നമ്മളുടെ എൻക്രിപ്ഷൻ മെക്കാനിസം ഒക്കെ ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് എൻക്രിപ്ഷനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും സോളിഡായിട്ടുള്ള എൻക്രിപ്ഷൻ മെക്കാനിസംസ് ഇതിലൂടെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബാങ്കിങ് എന്നൊക്കെ പറയുന്നത് വളരെയധികം റിസ്ക് വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇപ്പോൾ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും യൂസിങ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. മറ്റൊരു ഏരിയയാണ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ സെക്ടറിൽ ഒപ്റ്റിമൈസിങ് റൂട്ട്സ് ആൻഡ് ഈ ലോജിസ്റ്റിക്സ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ഏരിയയിൽ നമുക്കറിയാം. ഇപ്പോൾ ഷിപ്പിങ്ങിലൊക്കെ ഒരുപാട് സെൻസർ ബേസ്ഡ് IoT ബേസ്ഡ് ഓരോ സെക്കൻഡിലും ഹ്യൂജ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് പലതും റൂട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് ബെസ്റ്റ് പോസിബിൾ വേ ടു റീച്ച് ദാറ്റ് ഈ ട്രാഫിക് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് വിത്ത് ദ ക്ലാസിക് കമ്പ്യൂട്ടേഴ്സ്. ഈ ഒപ്റ്റിമൈസേഷൻ വരുമ്പോൾ യൂസിങ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഈ സെക്ടറിൽ നമുക്ക് വരുത്താൻ പറ്റും. മറ്റൊരു ആപ്ലിക്കേഷൻ ഏരിയയാണ് അഡ്വാൻസ്ഡ് ഡ്രഗ് ആൻഡ് കെമിക്കൽ റിസർച്ച്. അതായത് നമ്മൾ പറഞ്ഞു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ബേസിക് എന്ന് പറയുന്നത് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റം ലെവലിലായതുകൊണ്ട് തന്നെ അതിൻ്റെയും സബ് ഡിവിഷനുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഒരു രണ്ട് കെമിക്കൽസ് തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ. ഇപ്പം നമുക്ക് പല ഗ്രേ ഏരിയ ഉണ്ട്. പല മെഡിസിൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഡ്രഗ്സ് ഉണ്ടാക്കാനും ഒക്കെ പല ഗ്രേ ഏരിയാസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് ആ കോമ്പിനേഷൻ നമുക്ക് ഇതിലൂടെ കടത്തിവിട്ട് അത്രയും മോളിക്യൂർ ലെവൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഫേസസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പല ചേഞ്ച് റവല്യൂഷനൈസ് ചെയ്യാൻ പറ്റും ലൈഫ് സയൻസ്, നമ്മളെ മെറ്റീരിയൽസ് സയൻസ് എന്ന ഈ മേഖലയിലൊക്കെ നമ്മളെ മോളിക്കുലർ നാനോ എഞ്ചിനീയറിംഗ് ഇതിലൊക്കെ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഞാൻ മെൻഷൻ ചെയ്യാത്ത NLP, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഇങ്ങനെയുള്ള അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഏരിയാസ് കണ്ടെത്താൻ കഴിയും ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് പെട്ടെന്ന് വന്നത്. ഒരുപാട് സാധ്യതകൾ കാണാം. നിങ്ങൾ തോന്നുന്നത് നിങ്ങൾക്ക് എനിക്ക് ഫോർവേഡ് ചെയ്യാം, ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ആൻഡ് സീ യു സൂൺ.